ക്യാബേജ് മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാബേജിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ക്യാബേജ് മസാല ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കയിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ ഒരു വലിയൊരു ക്യാബേജിൻ്റെ പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 100 ഗ്രാം ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ആ ഗ്രീൻ പീസ് എപ്പോഴും കുറച്ച് കുറവ് എടുക്കുക, കുറച്ച് കൂടുതൽ ക്യാബേജ് എടുക്കുക. പിന്നെ ഒരു ചെറിയ സവോള ചോപ്പ് ചെയ്തെടുത്തത്, ഒരു ചെറിയ തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്. അത് വലിയ തക്കാളിനെ പകുതി എടുത്താൽ മതി, കാരണം ഈ കറിക്ക് അധികം പുളി ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ, മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചെടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ജീരകം എടുത്തിട്ടുണ്ട്, കടുക് എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചെടുക്കുക. ഇനി നമുക്ക് ക്യാബേജ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ആദ്യം നമുക്ക് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക. ഇപ്പം കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജീരകം ഇടാം. അപ്പം ജീരകം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. നമ്മൾ കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ജീരകം ചേർക്കുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കാനും ആ ജീരകം ഇട്ട ഒഴിക്കുന്ന ജീരകം മൊരിയും. അപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് സവാള ചേർക്കണം, അല്ലെങ്കിൽ ജീരകം കരിഞ്ഞു പോകും. ഈ സവാള പതുക്കെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഈ കറിയിലേക്ക് നമുക്ക് വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ വേപ്പിൻ്റെ ഇലയും കൂടി ചേർക്കാം. നമ്മൾ സവാള ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിയണം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ തീ ചെറുതായിട്ട് കുറച്ച് വെക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം, ഗരം മസാല ചേർക്കാം. തീ ചെറുതായിട്ട് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ മസാലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മുടെ മസാലകൾ എല്ലാവരും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ നമുക്ക് തക്കാളി വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നേരം നമുക്ക് തക്കാളി ഒന്ന് വേവിക്കാം. മൂടി വയ്ക്കാം. നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർക്കാം. ആ ഗ്രീൻ പീസ് നമ്മൾ കറി വയ്ക്കാൻ പോണേലും ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മളത് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കുക. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ക്യാബേജ് ചേർക്കാം. ബാക്കിയുള്ള ക്യാബേജ് കൂടി ചേർത്ത് നമുക്ക് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഇത് വേവിക്കാം. നമുക്ക് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. കാരണം എന്ന് വെച്ചാൽ ക്യാബേജിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം വരും. അപ്പോൾ നമുക്കത് മൂടി വയ്ക്കാം. നമ്മുടെ ക്യാബേജും
ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ക്യാബേജിലൂടെ നന്നായിട്ട് വെള്ളം വരും. അത് കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാബേജ് മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു കറിയാണിത്.